ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഇതെന്താണെന്നൊക്കെ. ഞാനൊന്ന് വീട്ടിൽ പോയിരുന്നു, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല നസ്രാണി സ്റ്റൈലിലുള്ള ഒരു ബീഫ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അത് സാധാരണ ഞാൻ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാണ് കുക്കിങ്ങൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു ട്രഡീഷണലായിട്ട് ചെയ്യാൻ വേണ്ടി വീടിൻ്റെ മുറ്റത്ത് തന്നെ അടപ്പൊക്കെ കൂട്ടി നിങ്ങൾക്ക് വേണ്ടി നല്ല നസ്രാണി സ്റ്റൈലിലുള്ള പോത്ത് വിന്താലു അല്ലെങ്കിൽ ബീഫ് വിന്താലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, എങ്കിൽ പോലും വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഒരു പീസും ഒരിത്തിരി ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുലഭമായിട്ട് ചോറുണ്ണാം. ഇനി എന്നാൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യോട് കൂടിയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് വലിയൊരു 3 സവാള, ഒരു 5 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സ്പൈസസ് ഇത്രയും മാത്രമാണ്. ആദ്യമേ ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു. ഇനി നമുക്ക് പട്ട, കറയാമ്പൂ, ഏലയ്ക്ക അതും ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല എരിവുള്ള 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഇത് നല്ല രീതിയിലുള്ള ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം. എന്താ നോക്കി ഇതേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് തുടങ്ങിയാൽ മാത്രം മതി. എന്താ നോക്കി എൻ്റെ അമ്മ എനിക്ക് അടപ്പൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വഴന്ന് വരണം നല്ല രീതിയിൽ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനാണ് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ നോക്കി തീയൊക്കെ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ നോക്കി സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഞാൻ ചെയ്യണ സമയത്ത്. പക്ഷേ ഒരു 12 മണിയൊക്കെ ആണെങ്കിൽ പോലും നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല നെയ്യുള്ള ഇറച്ചി എടുത്തതുകൊണ്ട് ആ നെയ്യും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയുടെ ആ ഒരു കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല തീയൊക്കെ കത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അടി പിടിച്ച് കളയരുത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറണ വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും എണ്ണയൊക്കെ പുറത്തേക്ക് വരും. ആ സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഈ അടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ വളരെ സ്വാദ് കൂടുതലാണ്. പണ്ടത്തെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ എപ്പോഴും ഈ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ കുറച്ച് മടിയാണ് പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഗ്യാസ് സ്റ്റവ് തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അത് നോക്കിയാൽ നല്ല രീതിയിൽ മസാലക്കൂട്ടുകളൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ബീഫ് ഒരുപാട് ചെറിയ പീസാക്കി എടുക്കരുത്. വിന്താലുവിന് എപ്പോഴും നമ്മൾ പറഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഒരു അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണമായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മുളകിൻ്റെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വടിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയിൽ കിടന്നാണ്, ആ ഒരു വെള്ളത്തിൽ കിടന്നാണ് ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് കുക്കാവുന്നത്. നന്നായിട്ടൊന്ന് എല്ലാം അരപ്പൊക്കെ ആ ഇറച്ചിയിലൊന്ന് പിടിക്കണം നല്ല രീതിയിൽ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കറിയാലോ ഇറച്ചിയൊക്കെ അത്യാവശ്യം വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. വിന്താലു ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ വളരെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയും സ്വാദാണ്.
പ്രത്യേകിച്ച് നമ്മൾ അടപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക സ്വാദാണ്. നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ മസാലയൊക്കെ എടുത്ത് ചെയ്യാം. അത് കുക്കറിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് അടുപ്പൊക്കെ ചെയ്യാൻ പറ്റാത്തവരുണ്ടല്ലോ, കുക്കറിലാണെങ്കിലും ഇങ്ങനെ മസാലക്കൂട്ടുകളൊക്കെ തയ്യാറാക്കി ആദ്യത്തെ ഒരു വിസിലിന് ശേഷം പിന്നെ ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിനുശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കാണും. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അതിൽ നിന്ന് തന്നെ, ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വരും. അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് നല്ല തിക്ക് ഗ്രേവിയാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ അടപ്പിൽ വെക്കുമ്പോൾ ഒരു വേറൊരു പ്രത്യേക സ്വാദ് തന്നെ കിട്ടും. ഇപ്പോൾ അല്ല നമുക്ക് അടുപ്പിൽ വെച്ചില്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. നോക്കി നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് പോലും നമ്മൾ വിറകടപ്പായതുകൊണ്ട് നല്ല തീ കത്തുന്നതുകൊണ്ട് ഒട്ടും കൈ എടുക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. നോക്കി നല്ല തിക്ക് ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട്. അവസാനം നമ്മുടെ മുറ്റത്ത് നിന്നിരുന്ന ആ വേപ്പിലയും കൂടി കുറച്ചെടുത്ത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. നോക്കി എന്താ ഒരു സ്റ്റൈലല്ലേ കാണാൻ. നല്ല നസ്രാണി ബീഫ് വിന്താലും ആണിത്. ഇതൊരു കഷ്ണം മാത്രം മതി നമുക്ക് നല്ല ചോറും ചപ്പാത്തിനെ കൂടിയൊക്കെ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.